നമ്മളിപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഹെയർ ഫോൾ. ഈ ഹെയർ ഫോൾ കാരണം നമ്മുടെ സ്കാൽപ്പ് കാണുക, അതുപോലെ തന്നെ കഷണ്ടി തുടങ്ങിയ പ്രോബ്ലംസ് ഉണ്ടാവുക, ഇങ്ങനെയുള്ളവർക്ക് പുറത്തു പോകാൻ മടി ഉണ്ടാവുക, ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഹെയർ ഫോൾ കാരണം നമ്മൾ നേരിടാറുണ്ട്. ഈ ഒരു പ്രോബ്ലം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒറിജിനൽ ഹെയർ പോലുള്ള വിഗ് വാങ്ങിച്ചു വെക്കുക, ഇതൊക്കെയാണ് ചെയ്യാറ്. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരൊക്കെ ഒരു പെർമനന്റ് സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് സ്കാൽപ്പ് കവർ ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഹെയർ ഫൈബേഴ്സ്. ഈ ഹെയർ ഫൈബേഴ്സ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഹെയർ കണ്ടോ, ഇത് അത്യാവശ്യം കയറിയിട്ടല്ലേ ഇരിക്കുന്നത്. ഇതുപോലുള്ള ഏരിയാസ് കവർ ചെയ്യാനും അതുപോലെ തന്നെ കഷണ്ടി ഉള്ളവർക്ക് ആ ഒരു പോർഷൻ കവർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെയർ ഫൈബേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെ ഹെയർ ഫൈബേഴ്സ് യൂസ് ചെയ്യണമെന്നും അതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് എന്താണെന്നാണ് കാണിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വിളിക്കുന്നത് അബിദ്കേനാണ്. ഇതാണ് അബിദ്കയുടെ ഹെയറിന്റെ ബിഫോർ ലുക്ക് വരുന്നത്. മിഡിലിൽ ഹെയർ ഒട്ടുമില്ല, ഫ്രണ്ടിലും അതുപോലെ തന്നെ ഹെയർ അത്യാവശ്യം നല്ല കുറവാണ്. അപ്പോൾ ഈ ഹെയറിലോട്ടാണ് നമ്മളിപ്പോൾ ഫൈബർ പൗഡർ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കെറാറ്റോയുടെ ഡാർക്ക് ബ്രൗൺ ആണ് എടുക്കാൻ പോകുന്നത്. സോ അതിന് മുന്നേ നമ്മൾ കെറാറ്റോയുടെ തന്നെ ഫൈബർ ഹോൾ സ്പ്രേ നമ്മൾ സ്കാൽപ്പിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ ഒരു ഫൈബർ പൗഡർ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു നാച്ചുറൽ ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടി പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണിത്. അപ്പോൾ നമ്മുടെ മിഡോസിലെ കെറാറ്റോയും അതുപോലെ തന്നെ ലോറിയലിന്റെയും ഹെയർ ഫൈബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു നാച്ചുറൽ ലുക്ക് ഹെയറിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ ഫൈബർ പൗഡേഴ്സ്. അപ്പോൾ ഇതുപോലുള്ള ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ മിഡോസിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്